ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മശതാബ്ദിയാണ്. മറ്റുള്ള ജന്മശതാബ്ദികൾ ആഘോഷിക്കപ്പെടുന്ന പോലെ അംബേദ്കറിന്റെ ജന്മശതാബ്ദി ഇന്ത്യയിൽ ആഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. അതേപോലെ തന്നെ ഭരണഘടനാ ശില്പി എന്ന് ഉപരിയായി അദ്ദേഹത്തെ ഒരു രാഷ്ട്രശില്പി എന്നുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തിയില്ല എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യത്തിന് സംശയാസ്പദമായി നമുക്ക് പറയാൻ കഴിയും ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാൽ മരണശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഭാരതരത്ന പോലും ലഭിച്ചത്. ഇതൊക്കെ ഇന്നും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് പല അവസരങ്ങളും അംബേദ്കറിന് ലഭിക്കാതെ പോയതെന്നുള്ളതും ഒരു തർക്ക വിഷയമായും ഇന്ന് നിലനിൽക്കുന്നു. അംബേദ്കറേറ്റുകൾ ഇത് ഇപ്പോഴും ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അംബേദ്കർ അവസാന കാലത്ത് ബുദ്ധമതം സ്വീകരിക്കുകയും ഒരു ബ്രാഹ്മണ യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തത് നാം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ ബ്രാഹ്മണരോട് കടുത്ത വിരോധമുള്ള അംബേദ്കർ എങ്ങനെ ഒരു ബ്രാഹ്മണ യുവതിയെ വിവാഹം കഴിച്ചു, അവരുമായി ജീവിച്ചു എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. ഇവിടെ ബുദ്ധമതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഹിന്ദുമതമാണെന്നുള്ള ഒരു വ്യാഖ്യാനം നിലനിൽക്കെ ബുദ്ധമതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം മുസ്ലിം മതമാണെന്നുള്ള കാര്യവും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അംബേദ്കറേറ്റുകൾ പറയുന്ന ജാതിവാദത്തിനപ്പുറം നിന്നുകൊണ്ട് ഇന്ത്യയുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് അംബേദ്കർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജാതിയുടെ തിക്തഫലങ്ങൾ ധാരാളമായി അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് അംബേദ്കർ. ഇന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തർക്കും ഇന്ത്യയിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത് അംബേദ്കറിന്റെ കൃത്യമായ ഭരണഘടനയിൽ ദളിത് വിഭാഗങ്ങൾക്ക് നൽകിയ പരിഗണനയും ആത്മവിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ദളിത് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ നടു നിവർത്തി നിൽക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് മാത്രമാണോ അംബേദ്കറിന്റെ സംഭാവന? തൊഴിലാളി നിയമങ്ങൾ, മെറ്റേണിറ്റി ലീവ്, സ്ത്രീകൾക്ക് തൊഴില്, സ്ത്രീകളുടെ സുരക്ഷിതത്വം, ESA, PF, പെൻഷൻ എന്ന് വേണ്ട ഇത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളും ഇന്ത്യയിൽ എഴുതി വെച്ചത് അംബേദ്കറാണ്. നമ്മൾ ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അവകാശപ്പെടുന്ന പല നിയമങ്ങളും, അവരാണ് കൊണ്ടുവന്നതെന്ന് അവകാശപ്പെടുന്ന പല നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തതും ഇന്ത്യൻ തൊഴിലാളികൾക്കും ഇന്ത്യയിലെ അധസ്ഥിതർക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ദുർബലർക്കും വേണ്ടി എഴുതിയുണ്ടാക്കിയത് ശ്രീമാൻ അംബേദ്കർ ആണെന്നുള്ള കാര്യം നാം പലപ്പോഴും വിസ്മരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചകൾ വന്നപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ തുടങ്ങണമെന്ന് തീരുമാനം എന്ന ചർച്ചയിൽ HV കാമത്ത് പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം നമ്മുടെ ഭരണഘടന തുടങ്ങാനെന്ന്. ലോകത്തെ മിക്ക ഭരണഘടനകളും അങ്ങനെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയും അങ്ങനെ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളുടെ രാജ്യം ഒരു സെക്കുലർ രാജ്യമാണെന്നും നമ്മുടെ ഭരണഘടന അങ്ങനെ തുടങ്ങാൻ സാധിക്കില്ലെന്നും അന്നത്തെ അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് പീപ്പിൾ എന്ന് വേണം തുടങ്ങാൻ, മറിച്ച് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നല്ല തുടങ്ങേണ്ടതെന്ന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. എന്നാൽ അന്ന് HV കാമത്ത് ഇത് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇത് വോട്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ബംഗാളിൽ നിന്ന് തന്നെയുള്ള പൂർണ്ണ ബാനർജി എന്ന് പറയുന്ന വ്യക്തി വോട്ടിടുന്നത് ശരിയല്ല, മറിച്ച് വോട്ടിട്ടാൽ ഇത് ദൈവത്തിനെ വോട്ടിടുന്നതിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു. അവസാനം കമ്മത്തിന്റെ വാശിയെ തുടർന്ന് വോട്ടിടുകയും ദൈവനാമത്തിൽ എന്നുള്ളതിന് 48 വോട്ടും, മറിച്ച് പീപ്പിൾ ബി ദ നെയിം ഓഫ് പീപ്പിൾ എന്നുള്ളതിന് 62 വോട്ടും കിട്ടി. അങ്ങനെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ദ നെയിം ഓഫ് പീപ്പിൾ എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ, അംബേദ്കറിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന്റെ ദിവസമാണ്, അംബേദ്കറിന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം ചർച്ച ചെയ്യാം. അംബേദ്കറെ വായിക്കുമ്പോൾ വെറും ഒരു ഭരണഘടനാ ശില്പി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു നിയമ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രം കാണാതെ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി വിത്തുപാകിയ വ്യക്തി എന്നുള്ള നിലയിലും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ, സ്ത്രീകളുടെ, ദുർബലരുടെ ഒക്കെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നതിനായി അവർ പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിനും പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറുന്നതിനും പൊതുസമൂഹത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളായി നിലകൊള്ളുന്നതിനു വേണ്ടിയുള്ള ദുർബല ജനവിഭാഗങ്ങൾക്ക് ഭാവിയിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിയമം നടപ്പിലാക്കിയ, തുല്യത സ്വപ്നം കണ്ട, സോഷ്യലിസം സ്വപ്നം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും അംബേദ്കർ ഭാവിയിൽ പ്രസിദ്ധനാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.